ഹലോ മൈ ഡിയേഴ്സ്, നമുക്കിന്ന് 10ാം ക്ലാസ്സിലെ ത്രികോണമിതി എന്ന പാഠത്തിലെ രണ്ടാമത്തെ ഭാഗം പഠിക്കാം. അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ എന്താണ് പറഞ്ഞത്? നമുക്കിതാ ഇങ്ങനെ രണ്ട് മട്ട ത്രികോണങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ കിട്ടിയ മട്ട ത്രികോണത്തിന് ഇവിടെ 90 ഡിഗ്രിയാണ്, ഇത് 45ഉം ഇത് 45ഉം. അപ്പോൾ 45, 45, 90 ഇവിടുത്തെ കോണളവുകൾ. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഇതൊരു സമപാർശ്വ ത്രികോണമായി. സമപാർശ്വ ത്രികോണമാണെങ്കിൽ രണ്ട് കോണുകൾ തുല്യമാണ്. രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ ആ തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. അപ്പം 45ൻ്റെ ഓപ്പോസിറ്റ് ഒന്നാന്നുണ്ട്. ഈ 45ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഒന്നാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഒന്നായിരിക്കും. അപ്പോൾ ഈ 90ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്തായിരിക്കും? ഇതിവിടെ √2 എന്ന് വരും. അപ്പോൾ 1:1:√2 എന്നുള്ള ഒരു റേഷ്യോയിലാണ്, ഒരു അംശബന്ധത്തിലാണ് ഇവർ വരിക. ഇനി 45ൻ്റെ ഓപ്പോസിറ്റ് 2 വിചാരിച്ചോ. അപ്പോൾ ഈ 45ൻ്റെ ഓപ്പോസിറ്റ് 2 വരും. അപ്പോൾ 90ൻ്റെ ഓപ്പോസിറ്റ് എന്താ? 2√2 വരും. മനസ്സിലായോ? ഇനി 45ൻ്റെ അവിടെ 3 വിചാരിച്ചോ. അപ്പോൾ ഈ 45ൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 3 വരും. അപ്പോൾ 90ൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരും? 3√2 വരും. ഇനി ഇങ്ങനെ പോയി 45ൻ്റെ ഓപ്പോസിറ്റ് 10 വിചാരിച്ചോ. ഇപ്പോൾ ഈ 45ൻ്റെ ഇവിടെ 10 വരും, ഇവിടെ എന്ത് വരും? 10√2 വരും. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് ഇവിടെ ഇവർ പോണത്. ഇനി നേരെ ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ നമുക്ക് തന്ന മട്ട ത്രികോണത്തിൽ ഇവിടെ 90, പിന്നെ 60, 30 എന്നുള്ള ഒരളവിലാണ് നമുക്ക് കോണുകൾ തന്നെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 30ൻ്റെ ഓപ്പോസിറ്റ് 1 വിചാരിക്കാം. 30ൻ്റെ ഓപ്പോസിറ്റ്, ഈ 30ൻ്റെ നേരെ ഓപ്പോസിറ്റ് 1 വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 90ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ വരുന്നത് ഇതിൻ്റെ ഇരട്ടിയായിരിക്കും. അതായത് 30ൻ്റെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 90ൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഇരട്ടി പറഞ്ഞാൽ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ 60ൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അപ്പോൾ 60ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ 1നെ ഇൻറ്റു ചെയ്യുക. ഏതിനെ? √3 കൊണ്ട് ഇൻറ്റു ചെയ്തതായിരിക്കും. അപ്പോൾ 30ൻ്റെ ഓപ്പോസിറ്റ് 2 വിചാരിച്ചോ. 30ൻ്റെ ഓപ്പോസിറ്റിൽ ഈ വശം, 30ൻ്റെ എതിർത്തുള്ള ഈ വശം 2 വിചാരിച്ചോ. അപ്പോൾ 2ൻ്റെ ഇരട്ടി, 2 × 2 4 ആയിരിക്കും. ഇവിടെ എന്താണ്? 2 × √3 ആയിരിക്കും. ഇനി 30ൻ്റെ ഓപ്പോസിറ്റ് 4 വിചാരിച്ചോ. അപ്പോൾ 4ൻ്റെ ഇരട്ടി ആയിരിക്കും 90ൻ്റെ ഇത്. ഇവിടെ 8 ആയിരിക്കും. ഇവിടെ ആണെങ്കിലോ 4 × √3 ആയിരിക്കും. മനസ്സിലായോ? ഇനി ഇവിടെ 10 വിചാരിച്ചോ. അപ്പോൾ 10 × 2 പറഞ്ഞാൽ ഇവിടെ 20 ആയിരിക്കും. ഇവിടെ എന്താണ്? 10√3. അപ്പോൾ ഈ ഒരു ഓർഡർ പഠിച്ചു വെച്ചാൽ എന്താണ് ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇന്നെന്താ പഠിക്കേണ്ടത് നോക്കാം. നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഈ കാര്യം വെച്ചിട്ട് നമുക്ക് എന്ത് കാണാൻ? നമുക്കൊരു ത്രികോണം തന്നു. അപ്പോൾ നമുക്ക് ആ ത്രികോണത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കാണാനും പറ്റും. നമുക്ക് എങ്ങനെ നോക്കാം? നമുക്കിതാ ഇവിടെ ഇങ്ങനൊരു ത്രികോണം തന്നിട്ടുണ്ട്. അതിൽ ഈ കോൺ 120 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഈ രണ്ട് വശവും തുല്യമാണ്. അതായത് 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഈ ഒരു ത്രികോണത്തിൻ്റെ ഏരിയ നമുക്ക് കാണാം. ഏരിയ പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഈ സ്ഥലം ഇത് എത്രയാണ് നമുക്ക് കാണണം. അപ്പോൾ ഏരിയ കാണേണ്ട ഇക്വേഷൻ നമുക്കറിയാം. അത് ഏരിയ കാണേണ്ട സമവാക്യം എന്താണ്? ഒരു ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണേണ്ടത്. പരപ്പളവ്, ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് എങ്ങനെ കാണാം? അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ അര 1/2 ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. അതായത് നമുക്ക് പറയാം 1/2 ½ BH നമ്മൾ പറയാം. അപ്പോൾ ഏരിയ കണ്ട ഇക്വേഷനാണ് ½ BH. അര ബേസ് പറഞ്ഞാൽ പാദം പറഞ്ഞാൽ ഇതാണ്. ഈ സംഭവം അറിയണം. ഇനി ഉയരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയരം എന്ന് പറഞ്ഞാൽ ഈ കോണിൻ്റെ ഈ ഇവിടെ നിന്നുണ്ടോ, ഈ കോണിന്ന് ഇവിടെ ഈ വശത്തിൻ്റെ നടുക്കിലോട്ടൊരു വര വരയ്ക്കാമെന്ന് വിചാരിക്കാം. അതായത് സ്കെയിലൊക്കെ എടുത്ത് വരയ്ക്കണം. ഇതാ ഇങ്ങനെ ഒരു വര വരച്ചു. അപ്പോൾ എന്താണ്? ഇതാണ് ഇവിടെ ഉയരം. അപ്പോൾ ഇതും ആണ് ബേസും അതായത് പാദവും ഉയരവും. ഇതാണ് ഈ ത്രികോണത്തിൻ്റെ ഉയരം, ഇതാണ് ഇതിൻ്റെ പാദം. ഇവർ രണ്ടുപേരും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അരയും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് പരപ്പളവ് കിട്ടും. അപ്പം നമുക്കിവിടെ ഈ പാദവും തന്നിട്ടില്ല, ഉയരവും തന്നിട്ടില്ല. അതാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. ആ കണ്ടെത്തേണ്ട ഒരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നോക്ക്, ഇവിടെ 120 ഡിഗ്രിയാണ്. ഈ ത്രികോണം മൊത്തം എടുക്കുമ്പോൾ ഈ കോണും ഈ കോണും എത്രയായിരിക്കും? 120 ഉണ്ട് ഇവിടെ. അതിൻ്റെ കൂടെ എത്രയോ കൂട്ടുമ്പോൾ നമുക്ക് രണ്ട് കോണുകൾ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വരാം? അതായത് ഈ കോണ് കൂട്ടി പ്ലസ് ഈ കോണും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രി വരണം. ഇനി ഈ ത്രികോണം സൂക്ഷിച്ച് നോക്കുക. ഈ വശവും തുല്യമാണ് അല്ലേ? അപ്പം നമുക്കറിയാം ഇതെന്താണ്? തുല്യമാണെങ്കിൽ ഇതൊരു സമപാർശ്വ ത്രികോണം ആവണം. ഈ രണ്ട് കോണുകൾ തുല്യം ആവണം. അങ്ങനെയാണെങ്കിലാണ് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ കോണും ഈ കോണിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ വശവും ഈ കോണിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ വശവും തുല്യമാണ് കിട്ടിയിട്ടുണ്ട് അല്ലേ? 4 4 അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? അപ്പം നമുക്ക് മനസ്സിലായി 120ൻ്റെ കൂടെ ഏത് കൂട്ടുമ്പോഴാണ് 180 കിട്ടുക? 60 അല്ലേ? അപ്പോൾ 120 + 60 ആണ് 180. നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു കോണും രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരണം? 60 ഡിഗ്രി വരണം.
മനസ്സിലായോ? എങ്ങനെയാണ്? ഇത് രണ്ടും തുല്യമാണ്. അപ്പോൾ ഇത് നോക്ക്, അപ്പോൾ 60 കിട്ടണമെങ്കിൽ ഇതും കൂട്ടിയാൽ 60 വരണം. രണ്ട് തുല്യമാണ് പറഞ്ഞാൽ ഇവിടെയും 30 ആയിരിക്കും, ഇവിടെയും 30 ആയിരിക്കും. അപ്പോഴല്ലേ 30 60 ആവുള്ളൂ. എന്നാലും 30 60 ആ 60 120 കൂടി കൂട്ടിയിട്ട് എന്ത് വരും? 180 ഡിഗ്രി വരണം. എങ്ങനെ മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇവർ രണ്ടുപേരും തുല്യം അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടിയത്? ഇവിടെ 30 ആണ്, ഇവിടെ 30 ആണ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 180 ഡിഗ്രി കിട്ടും കൂട്ടുമ്പോൾ. അപ്പോൾ ഇതെന്താണ്? സമപാർശ്വ ത്രികോണമായി. അപ്പോൾ എന്താണ്? തുല്യമായ വശങ്ങൾ, കോണിന് എതിരെയുള്ള ഈ വശങ്ങൾ തുല്യമായിട്ട് നമുക്ക് കിട്ടി. ഇനി ഈ പിക്ചർ ഇങ്ങനെ നോക്കുക. നമ്മൾ ഈ കോണിനെ പകുതിയാക്കിയിട്ടാണ് ഈ വശത്തിൻ്റെ നടുക്കിലോട്ടൊരു ലംബം വരച്ചിരിക്കുന്നത്. ലംബം വരയ്ക്കുക എന്ന് പറയാൻ എപ്പോഴും അതെന്തായിരിക്കും? ഇങ്ങനെ ലംബം വരയ്ക്കുകയാണെങ്കിൽ ഇത് 90 ഡിഗ്രിയിലാണ് മുറിക്കുക. അതായത് ഇതും 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ കോണ് മൊത്തത്തിൽ 120 ആണ്, അതിൻ്റെ പകുതിക്കാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കോൺ എത്ര ആയിരിക്കും? ഈ കോണ് 30 ആയിരിക്കും, ഈ കോണും 30 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ അകത്ത് 2 മട്ട ത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ത്രികോണത്തിന് മാത്രം, ഒരു മട്ട ത്രികോണത്തിന് മാത്രം ഞാൻ ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കാമെന്ന് വിചാരിച്ചോട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ്. ഈ കോണ് 90, ഇത് 30. ഇവിടെ നോക്ക്, സോറി, ഇത് 120ൻ്റെ പകുതി 60 കേട്ടോ. 60ഉം 60 ആണ് 120 ആവുക. അപ്പോൾ ഇവിടെ 60 കിട്ടി. കാരണം എന്നാലല്ലേ 60ഉം 30ഉം 90ഉം ഇതിൻ്റെ അകത്ത് എത്രയും 180 ഡിഗ്രി വരുള്ളൂ. അപ്പോൾ ഏതൊരു ത്രികോണത്തിലും അവരുടെ ഇത് 30 60 90 ആണെങ്കിൽ അവരുടെ റേഷ്യോ എങ്ങനെ വരുമെന്ന് നമുക്കറിയാം. അതായത് അവരുടെ വശങ്ങൾ എങ്ങനെ വരുമെന്ന് അറിയാം. ഈ വശം നമുക്കറിയാം, ഇത് 4 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 2 വശങ്ങളും നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് 30 60 90 നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് അവിടെ പറഞ്ഞിട്ടുണ്ടായത് 30 60 90 ആണെങ്കിൽ 1 × √3 2 അല്ലേ? അങ്ങനെയല്ലേ അവരുടെ റേഷ്യോ. 30ൻ്റെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി ഇവിടെ 2 ആയിരിക്കും. ഇവിടെ എന്താണ്? 1 √3. 1 √3 പറഞ്ഞാൽ √3 തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 30ൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് തന്നിട്ടില്ല. ഇവിടെ നേരെ തന്നിരിക്കുന്നത് ഈ 90ൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് തന്നത്. 4 തന്നു. അപ്പോൾ 90ൻ്റെ ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ ആ 4ൻ്റെ പകുതി ആയിരിക്കും എന്തുണ്ടാവുക? 30ൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാവുക അല്ലേ? 4ൻ്റെ പകുതി ആയില്ലേ? 4ൻ്റെ പകുതി എത്രയാണ്? 2. ഇതിൻ്റെ 30ൻ്റെ ഇരട്ടിയാണ് 90ൻ്റെ ഇവിടെ ഉണ്ടാവുക. 90ൻ്റെ പകുതിയാണ്, അതായത് 2ൻ്റെ പകുതി 1 ഇവിടെ. അപ്പോൾ 4ൻ്റെ പകുതി 2 ആയിരിക്കും ഇവിടെ. ഇനി ഇതിനെ കൊണ്ട് √3, അപ്പോൾ 2 √3 ആയിരിക്കും ഇവിടെ. അപ്പോൾ നോക്ക്, 30ൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് എന്ത് കിട്ടി? ഇതാ 2 എന്ന് കിട്ടി. ഇനി 60ൻ്റെ എതിരെ നമുക്ക് എന്ത് കിട്ടി? 2 √3 എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ പിക്ചറിലേക്ക് നമ്മൾ നേരെ അതിന് കൊടുക്കുകയാണ്. ഇതാ 30ൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഇവിടെ 2 എന്ന് കിട്ടി. 60ൻ്റെ ഇവിടെ നമുക്ക് 2 √3 എന്ന് കിട്ടി. ഇനി ഇതേപോലെ തന്നെ ത്രികോണല്ലേ ഇവിടെയും വരേണ്ടത്? 60 30 90. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു അളവ് തന്നെ ഇവിടെയും വരിക. അപ്പോൾ 60ൻ്റെ ഓപ്പോസിറ്റ് 2 √3 കിട്ടും. ഈ 30ൻ്റെ ഓപ്പോസിറ്റ് ഇതാ അവിടെ നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ 90ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ 4 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാ ഈ ഒരു വശം നമുക്ക് കിട്ടി, ഇതോടും കിട്ടി. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഏരിയ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ½ ആണ്. ബി എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത്, എച്ച് പറഞ്ഞാൽ ഹൈറ്റ് ആണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ. അപ്പോൾ ബി നമ്മളവിടെ ഈ പാദം. അപ്പോൾ ബി എത്രയാണ്? ഇവിടെ 2 √3, ഇവിടെ 2 3. അപ്പോൾ ഇത് മൊത്തം കൂട്ടുമ്പോൾ എങ്ങനെയാണ്? 2 √3 + 2 √3 ആയി. അപ്പോൾ ഈ √3 കൂട്ടാൻ പാടില്ല കേട്ടോ. അതായത് 2 + 2 4 √3 ആണ്. അല്ലാതെ 2ഉം 2ഉം 4 √3 √3 6. അപ്പോൾ 4 √6 എന്നൊന്നും ഒരിക്കലും എഴുതി വയ്ക്കരുത്. ഈ 2 √3ഉം 2 √3 കൂട്ടുമ്പോൾ ഈ 2ഉം കൂട്ടുക, ഈ √3 അതുപോലെ എഴുതി. അപ്പോൾ 4 √3 കിട്ടി. ഇനി ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ഇത് എത്ര കിട്ടി? ഇത് 2 അല്ലേ കിട്ടിയത്? അത് 2 സെൻറ്റിമീറ്ററും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പരപ്പളവ് കാണാം. പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ = ½ ഇതെത്ര കിട്ടിയത്? 4 √3 × 2 എന്ന് കിട്ടി. അപ്പോൾ എന്ത് ചെയ്തു? ഇത് നോക്ക്, ഇത് താഴെയാണ്. ആര്യൻ്റെ ഇത് ഛേദമായിട്ട് വരുന്നത്. ഇതും ഈ 2ഉം ഇങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എത്രയാണുള്ളത്? 4 √3 എന്ന് കിട്ടി. അപ്പോൾ ഇത് നമ്മൾ എന്താ കണ്ടിരിക്കുന്നത്? നമ്മളിത് ഏരിയയാണ്, അല്ലെ പരപ്പളവാണ്. പരപ്പളവിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻറ്റിമീറ്ററിൽ ഇതൊക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ സെൻറ്റിമീറ്റർ ഇടുക, അതിനൊരു വർഗ്ഗം എടുക്കുക. സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മീറ്ററിലാണ് മീറ്ററിൻ്റെ വർഗ്ഗം എടുക്കുക. ഈ പരപ്പളവിൻ്റെ യൂണിറ്റ് അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടി 4 √3 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് കിട്ടി. എങ്ങനെ കിട്ടിയത്? നമുക്ക് നമ്മളെ 30 60 90 എന്നുള്ള ആ ഒരു റൂൾ വെച്ചിട്ടാണ് നമ്മൾ കിട്ടിയത്. ഇനി നമുക്കിവിടെ
ഇനി പേജ് നമ്പർ 102 ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കാണിച്ചിരിക്കുന്ന സാമാന്തരികങ്ങളുടെ പരപ്പളവ് കണക്കാക്കുക. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു സാമാന്തരികം തന്നിട്ടുണ്ട്. ഇത് ഈ വശം 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ഈ വശം 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇതിൽ ഇവിടെ ഒരു കോണ് 45 ഡിഗ്രിയും തന്നിട്ടുണ്ട്. നമ്മൾ എന്താ കാണേണ്ടത്? ഇതിൻ്റെ പരപ്പളവ് പറഞ്ഞാൽ ഇതിനുള്ളിലെ ഏരിയ, ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ഇത് കാണണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് പറയണം? എങ്ങനെയാണ് സാമാന്തരികത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണേണ്ടത്? നമുക്ക് ഇക്വേഷൻ അറിയണം. അപ്പോൾ സമാന്തരികത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ പാദം ഇൻറ്റു ഉയരാണ്. എപ്പോഴും കണക്ട് ചെയ്ത് പഠിക്കാം. അതായത് ഇത് നമ്മൾ ത്രികോണമാണെങ്കിൽ ഇവിടെ ഒരു അര കൂട്ടിയാൽ മതി. അതായത് ഇതിനെ നമുക്ക് അര ആക്കുമ്പോൾ ഇവിടെ പകുതി ആക്കുമ്പോൾ ഒരു സമാന്തരികം എടുത്തു അതിനെ പകുതിയാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു വികരണം വരച്ച് 2 എണ്ണമായി. അപ്പോൾ ഇവിടെ എന്താണ് ഇത് പകുതിയാവും. അപ്പോൾ ഇതിൻ്റെ ഈ മൊത്തം സമാന്തരത്തിൻ്റെ പകുതിയാവും ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ അരയാണ് എന്താണ് ത്രികോണത്തിൻ്റെ പരപ്പളവ് പറഞ്ഞാൽ പാദം ഇൻറ്റു ഉയരം അരയാണ്. നമ്മുടെ സമാന്തരികത്തിൻ്റെ പരപ്പളവിൻ്റെ അരയാണ്, അതിൻ്റെ പകുതിയാണ് നമ്മൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് ഉണ്ടാവുക. ഇക്വേഷൻ ഇനി ഇതന്നെയാണ് നമ്മുടെ ഈ സമാന്തരികത്തിന് പകരം ഇതൊരു ചതുരോ സമചതുരോ ഒക്കെ ആയിക്കോട്ടെ, എപ്പോഴൊക്കെ നമുക്കൊരു ഇവിടെ ഉള്ള അപ്പോൾ അവിടെ നീളം ഇൻറ്റു വീതി ആയിരിക്കും. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ പാദം ഇതാണ്, ഉയരം ഓടിക്കയറിയിട്ട് 2 എന്ന് എഴുതരുത്. ഉയരം എന്താണ്? ഇവിടെ നോക്കുന്നത് ചെരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചെരിഞ്ഞിരിക്കുന്നതിൻ്റെ ഉയരം നേരെ കാണണമെങ്കിൽ നമ്മൾ എങ്ങനെ വേണം? ഈ ഒരു കോണിലെ ഈ കോണിൽ നിന്ന് ഒരു ലംബം ഇങ്ങോട്ട് വരയ്ക്കണം. അപ്പോൾ നോക്കുക, ഇതാണ് ഉയരം. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ പാദം, അത് നമുക്ക് 4 തന്നിട്ടുണ്ട്. ഇനി ഉയരം കാണുമെങ്കിൽ ഇത് നമ്മൾ ഉയരം, ഇത് ഉയരം. ഈ ഉയരം നമുക്ക് തന്നിട്ടില്ല. ഉയരം നമ്മൾ കണ്ടാലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? നമുക്ക് പരപ്പളവ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ ഒരു എന്ത് കിട്ടിയിട്ടുണ്ട്? ഇങ്ങനെ ലംബം വരയ്ക്കാനാണ് ഇവിടെ ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു കുഞ്ഞ് മട്ടത്രികോണം കിട്ടിയിട്ടുണ്ട്. ആ മട്ടത്രികോണത്തിൻ്റെ മാത്രം ഞാൻ ഇവിടേക്കൊന്ന് എടുത്ത് ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു മട്ടത്രികോണം കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് 45 തന്നിട്ടുണ്ട്, ഇവിടെ 90 ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ 45 ഇവിടെ 90 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ എന്താണ് 45 വരിക. കാരണം 3 കൂടി കൂട്ടുമ്പോൾ 180 വരണം. അപ്പോൾ നമ്മുടെ 45 90 നമ്മുടെ എന്ത് കോണുകൾ കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം 45 സെയിം ആണ്, അതായത് തുല്യമാണ്. തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1 ആയിരിക്കും, ഇവിടെ √2 ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ 2 തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം, നമുക്ക് 90ൻ്റെ ഓപ്പോസിറ്റ്, ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് തന്നിരിക്കുന്നത് 2 തന്നിട്ടുണ്ട്. ഇവിടെ 2 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ കാണാം? നമുക്ക് നോക്ക്, ഇവിടെ ആദ്യം നമുക്ക് ഇവിടെ 1ഉം ഇവിടെ 1 ആണ് തന്നിരിക്കണമെങ്കിൽ √2 നമ്മൾക്ക് എങ്ങനെ √2 എങ്ങനെ കിട്ടിയത്? ഇതിനെ ഇൻറ്റു √2 ചെയ്യുമ്പോഴാണ്, അതായത് ഈ 1നെ 1 ഇൻറ്റു √2 ചെയ്യുമ്പോഴാണ് ഈ ഇത് കിട്ടിയത് നമുക്ക്, അല്ലേ? 90ൻ്റെ ഓപ്പോസിറ്റിൽ ഇത് കിട്ടിയത്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ഈ √2 ആണ് തന്നിട്ട് നമുക്ക് ഇത് 1 തന്നിട്ടില്ല എന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് ഇവിടെ 1 കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ √2നെ ഹരണം ഇവിടെ ഇൻറ്റു √2 ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടും. ഇനി 90ൻ്റെ ഇവിടെ √2നെ ഹരിക്കുക, √2 കൂടെ ഹരിക്കുമ്പോൾ 2 കട്ട് ചെയ്തിട്ട് ഇവിടെ എന്തായി? 1 ആയി. അത് നമുക്ക് ഇവിടെ ഇതിനെ √2 കൂടെ ഹരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് കിട്ടും. അതായത് നമുക്ക് ഇവിടെ 45ൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ, നമുക്ക് 90ൻ്റെ ഓപ്പോസിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക? √2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 45ൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് കിട്ടും. ഇത് നേരെ മറിച്ച് നമുക്ക് ഇത് തന്നു, അതായത് 45ൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് തന്നു. ഇപ്പോൾ ഇവിടെ 2 ഇവിടെ 2 ഒന്ന് തന്നു എന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? അടുത്ത ഇവിടെ എങ്ങനെ കാണാം? ഇവിടെ ഈ 2 ഇതിനെ ഇൻറ്റു ചെയ്യുക, 2 ഇൻറ്റു √2 ആണ് നമുക്ക് കാണാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വെച്ചാൽ ഇവിടെ ഇൻറ്റു ചെയ്യുക, √2 കൊണ്ട് ഇത് ഇവിടെ എത്രയാണ് അതിനെ √2 കൊണ്ട് ഇൻറ്റു ചെയ്യണം, ഗുണിക്കണം. ഇനി നേരെ മറിച്ച് നമുക്ക് ഇവിടെ 3 √2 തന്നു എന്ന് വിചാരിച്ചോ. നമുക്ക് ഇവിടെ ഉള്ളത് കാണണം. ഇവിടെ ഉള്ളത് കാണണം നമുക്ക് എന്ത് ചെയ്യുക? ഈ 3 √2നെ √2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഈ 2 കട്ട് ചെയ്ത് പോയി, 2 സെയിം അല്ലേ? √2 കട്ട് ചെയ്ത് അപ്പോൾ എന്താണ് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? ഇവിടെ 3 ഇവിടെ 3 കിട്ടും. എങ്ങനെയാണ്? ഇവിടെ ഹരണം കൊണ്ടാണ്, നമ്മൾ √2 കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയത്. അതേപോലെ തന്നെ ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് 45 90 ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 2 തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് കാണാൻ എന്ത് ചെയ്യുക? ഈ 2നെ √2 കൊണ്ട് ഹരിച്ചാലാണ് ഇവിടേക്ക് വരിക. ഇവിടെ 2 ആണുള്ളത്, അതിനെ √2 കൊണ്ട് ഹരിക്കുമ്പോൾ അപ്പോൾ എന്ത് വന്നു? 2/√2 കിട്ടി. അപ്പോൾ 45ൻ്റെ ഓപ്പോസിറ്റിൽ 2/√2, ഈ 45ൻ്റെ ഓപ്പോസിറ്റ് 2/√2, ഈ 90ൻ്റെ ഓപ്പോസിറ്റിൽ 2 ആണെന്ന് നമുക്ക് മനസ്സിലായോ? അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഈ 45ൻ്റെ ഓപ്പോസിറ്റ് 2/√2, ഈ 45ൻ്റെ ഓപ്പോസിറ്റ് 2/√2 മനസ്സിലായി. അപ്പോൾ
നോക്ക് ഇതാ ഇത് ഇവിടെ വരുമ്പോൾ ഇത് 2/√2 ഈ ഉയരം എത്ര കിട്ടി? ഈ 45 ഓപ്പോസിറ്റ് ഇവിടെയും 2/√2 എന്ന് കിട്ടി. അപ്പം നമുക്ക് വേണ്ട ഇത് കിട്ടി, അതായത് പാദം കിട്ടി, ഉയരവും കിട്ടി. അപ്പോൾ നമുക്ക് ഏരിയ കാണാൻ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഈക്വൽ ടു നമുക്കൊന്നും കൂടി എഴുതാം, പാദം ഇൻറ്റു ഉയരമാണ്. അതിൽ പാദം നമുക്ക് എത്ര കിട്ടി? പാദം നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കുക, പാദം മൊത്തത്തിൽ ഇത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ 4 സെൻറ്റിമീറ്റർ എന്ന് എഴുതി. ഇനി ഉയരം നോക്ക്, ഇവിടെ നമുക്ക് എത്ര കിട്ടിയത്? നമുക്കിത് 2/√2 കിട്ടി. അപ്പോൾ 2/√2 എഴുതി. ഇനി എന്ത് ചെയ്യുക? ഇത് 2 ഇൻറ്റു ചെയ്യാം. അപ്പോൾ ഏരിയ ഈക്വൽ ടു 4 ഇൻറ്റു 2/√2. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 4 ഇൻറ്റു 2 ചെയ്യുക, 8/√2 എന്ന് കിട്ടും. ഉത്തരത്തിൽ എപ്പോഴും ഇങ്ങനെ ഒരു ഹരണം വരുമ്പോൾ നമുക്ക് അത്ര സുഖം തോന്നില്ല. നമുക്കതിന് ഗുണനാക്കി മാറ്റിയാൽ നമുക്ക് വീണ്ടും ഒന്നുകൂടി എന്താ പറയുക, ഒന്നുകൂടി ഇതാണ്, അപ്പോൾ നല്ലതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ വഴി √2 നമുക്ക് താഴ്ന്ന് ഒഴിവാക്കണം. അപ്പോൾ √2 താഴ്ന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അറിയോ? നമ്മൾ ഇതിനെ മൊത്തത്തിൽ √2/√2 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെ വരും, 8 ഇൻറ്റു √2 8√2 വരും. താഴെ √2 ഇൻറ്റു √2, എപ്പോഴും √2 ഇൻറ്റു √2 അത് 2 ആണ്. റൂട്ടിൻ്റെ അതായത് ഇപ്പോൾ എ ആണ്, √a ഇൻറ്റു √a ആണെന്ന് വിചാരിച്ചോ. അത് റൂട്ടും ഇൻറ്റു ചെയ്യുമ്പോൾ ഒരേ നമ്പറാണ്, ഉള്ളിൽ ഒരേ സംഖ്യയാണെങ്കിൽ എന്താണ് അത് a ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ √2 ഇൻറ്റു √2 2 മാറി. ഇനി 8നെയും 2നെയും നമുക്ക് കട്ട് ചെയ്തൂടെ? 8/2 എന്ന് പറഞ്ഞാൽ 8ൽ 2 4 തവണയാണ് അല്ലേ? അപ്പോൾ ഇവിടെ 4 കിട്ടി. അപ്പോൾ 4√2 നമ്മൾ എന്താ കണ്ടിരിക്കുന്നത്? പരപ്പളവല്ലേ? അപ്പോൾ ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടി. ഇനി ഇതേപോലെ തന്നെ അടുത്ത ഒരു ഇത് നമ്മുടെ തന്നിട്ടുണ്ട്, അടുത്ത പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ ഇവിടെ 4 സെൻറ്റിമീറ്റർ, ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടുത്തെ കോണളവ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. എത്രയാണ്? ഇവിടെ 60 ഡിഗ്രി തന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? പരപ്പളവ് ഈക്വൽ ടു പാദം ഇൻറ്റു ഉയരമാണ്. അപ്പോൾ അവിടെ ഉയരം കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ കോൺ നമുക്ക് ഇങ്ങോട്ട് ലംബം വരച്ചു. ഇവിടെ ഒരു മട്ടത്രികോണം കിട്ടി. ആ മട്ടത്രികോണത്തിന് മാത്രം ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മട്ടത്രികോണമാണ് കിട്ടിയത്. ഇവിടെ 90 ഡിഗ്രിയാണ്. ഇവിടെ തന്നിരിക്കുന്നത് 60 ആണ്. 60ഉം 90ഉം അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 30 ആയിരിക്കും. എന്നാലാണ് എന്താണ് ടോട്ടൽ എന്ത് വരിക? 180 വരിക. അപ്പോൾ നമുക്ക് കോണളവ് കിട്ടിയത് 30, 60, 90 ആണ്. അപ്പോൾ നമുക്ക് പറയാം 30ൻ്റെ എതിർവശം 1 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും 90ൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ എന്താണ്? ഇവിടെ 2 ആയിരിക്കും. ഇവിടെ 1 ഇൻറ്റു √3, ഇവിടെ √3 ആയിരിക്കും നമുക്കറിയാം. ഇനി പിക്ചറിൽ നമുക്ക് 90ൻ്റെ ഓപ്പോസിറ്റ് 2 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 90ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ 2 ആണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ. അപ്പോൾ നമുക്ക് വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 30ൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? തീർച്ചയായിട്ടും 30ൻ്റെ ഓപ്പോസിറ്റ് 1 ആയിരിക്കും. അപ്പോൾ ഈ 30ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ 1 ആയിരിക്കും. ഈ 60ൻ്റെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും? ഇവിടെ √3 ആയിരിക്കും. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ ഇവിടെ ഈ ഉയരം √3 എന്ന് കിട്ടി. ഇനി നമ്മൾ ഉയരം നമുക്ക് നമ്മുടെ ഏരിയ കാണാം. അതിന് ആദ്യം പാദം എത്രയാണ്? 4 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഉയരം നമുക്ക് കിട്ടി √3 സെൻറ്റിമീറ്റർ ആണ് കിട്ടി. ഇനി നമുക്ക് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണാൻ എന്ത് ചെയ്യുക? 4 ഇൻറ്റു √3. 4 ഇൻറ്റു √3 എന്താണ്? നമുക്ക് ഇത് √3 ആണ്, ഇത് റൂട്ടില്ലാത്തതാണ്. അപ്പോൾ റൂട്ടില്ലാത്തതും കൂടി ഇൻറ്റു ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 4√3 എന്ന് എഴുതാം സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നേരത്തെ 4√2 സെൻറ്റിമീറ്റർ സ്ക്വയറും ഇവിടെ 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം, ചുവടെ കാണിച്ചിരിക്കുന്ന ത്രികോണങ്ങളുടെ പരപ്പളവ് കാണുകയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ചിത്രം നിൽക്കുന്നത് ഇവിടെ 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ഇവിടെ 2 സെൻറ്റിമീറ്റർ. ഈ ഒരു കോണളവ് 30 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പരപ്പളവ് ഞാൻ എഴുതുന്നില്ല, ഏരിയ എന്നുള്ളതിന് ഈക്വൽ ടു ബി ഇൻറ്റു എച്ച്. ബി പറഞ്ഞാൽ അതിൻ്റെ ഈ ബേസ് പാദം, പിന്നെ എച്ച് പറഞ്ഞാൽ ഹൈറ്റ് ഉയരം. അപ്പോൾ നമുക്ക് അറിയാം ബി ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. എച്ച് നമ്മൾ കാണണം. എച്ച് കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഇവിടെ ഒരു നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് ഈ കോണിൽ നിന്ന് ഇങ്ങോട്ടൊരു ലംബം വരയ്ക്കാം. ലംബം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്കവിടെ ഒരു എന്ത് കിട്ടി? ഒരു മട്ട ത്രികോണം കിട്ടി. ആ മട്ട ത്രികോണം മാത്രം ഞാനിതാ ഇങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾ ഇങ്ങോട്ടെടുത്ത് വരയ്ക്കണമെന്നില്ല, മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടെടുത്ത് വരയ്ക്കണം കേട്ടോ. ആ മട്ട ത്രികോണം മാത്രം ഇങ്ങോട്ട് വരച്ച് ഇവിടെ 30 തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന വശം ഈ 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇത് 90 ആണ്.
ഇത് 30ഉം ഇത് 90 സ്വാഭാവികമായിട്ടും ഇത് 60 ആയിരിക്കും. എന്നാലാണ് 30ഉം 60ഉം 90ഉം നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് 180 ഡിഗ്രി വരിക. അപ്പോൾ 30, 60, 90. നമുക്ക് നമ്മുടെ അറിയണ കാര്യം എഴുതും. 30ൻ്റെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 90ൻ്റെ ഓപ്പോസിറ്റിൻ്റെ ഇരട്ടി 2 ആയിരിക്കും. ഇവിടെ 1 × √3, ഇവിടെ √3 ആയിരിക്കും. ഇനി നമുക്ക് തന്നിരിക്കുന്നത് 90ൻ്റെ ഓപ്പോസിറ്റ് 2 ആണ് തന്നിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നിരിക്കണേ 90ൻ്റെ ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ 30ൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, 30ൻ്റെ ഓപ്പോസിറ്റ് 1 ആയിരിക്കും. അപ്പോൾ ഈ 30ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ 1 ആയിരിക്കും. 60ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ √3 ആയിരിക്കും. അപ്പോൾ നമ്മുടെ പിക്ചറിലേക്ക് വരാം. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ 1 കിട്ടി, ഉയരം 1 കിട്ടി. അപ്പോൾ അത് അവിടെ h = 1 കിട്ടി. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നമുക്ക് ഏരിയ = 3 നമ്മൾ ഏരിയ അര BH ആണ് കേട്ടോ, മാറിപ്പോരുതേ. നമ്മൾ സാമാന്തരികം ചെയ്തിട്ട് നേരെ ത്രികോണത്തേക്ക് വന്നപ്പോൾ അരടാൻ മറന്നുപോയി, ഞാനത് മറന്നുപോയി, അവിടെ വിട്ടുപോയി. അപ്പോൾ എപ്പോഴും ഇത് ത്രികോണമാണ്, ത്രികോണം അര BH ആണ് കേട്ടോ. അപ്പോൾ അര × 3 × 1 എന്ന് വന്നു. ഓക്കെ, മാറിപ്പോലെ. അര BH ആണ് നമ്മുടെ ത്രികോണത്തിൻ്റെ, വെറും BH ആണെങ്കിൽ അത് സാമാന്തരികത്തിൻ്റെയാണ്. അപ്പോൾ എന്ത് വന്നു, അപ്പോൾ നമുക്ക് 3 × 1 എന്ന് പറഞ്ഞാൽ അത് 1 അര × 3 എന്ന് വന്നു. ഇനി 3/2, 3ൻ്റെ പകുതി 1.5 ആണല്ലേ, 1.5 കൂട്ടുമ്പോഴല്ലേ 3 വരിക. അല്ലെങ്കിൽ 3/2 എങ്ങനെ ചെയ്യാം, 3/2 ചെയ്യുമ്പോൾ 2 2, 3 2 ആകുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 1 വരും. ഇനി എന്ത് ചെയ്യുക, ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക, ഇവിടെ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് വന്നു, ഇവിടെ 10ൽ 2 5, 2 10 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ 1.5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഏരിയ എത്ര കിട്ടി, ഏരിയ = 1.5 ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത ത്രികോണം നോക്കാം. അടുത്ത ത്രികോണത്തിന് ഇവിടെ 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണ്. നേരത്തെ അതേപോലെ തന്നെയാണ്. പക്ഷേ എന്താണ്, ഇവിടെ 60 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് വരയ്ക്കണം, ലംബം വരട്ടെ. ഇതാ ലംബം വരച്ചു. എന്ത് കിട്ടി, ഒരു മട്ട ത്രികോണം അകത്ത് ഇതാ കിട്ടി. ഇവിടെ 60 ഡിഗ്രിയാണ്, ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 3 അല്ല കേട്ടോ, ഇവിടെ ഈ 3ൻ്റെ പകുതി ആയിരിക്കും. നമുക്ക് ഈ ത്രികോണത്തിൽ ഇത് 90 അറിയാം, ഇവിടെ എത്രയാണ് 30 ആയിരിക്കും. അപ്പോൾ അല്ലേ, അപ്പോൾ 30, 60, 90 ആണ്. 30ൻ്റെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 90ൻ്റെ ഓപ്പോസിറ്റ് 2, ഇവിടെ √3. ഇനി 90ൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് 2 തന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇതേ അളവിനെ ആയിരിക്കും. 60ൻ്റെ ഓപ്പോസിറ്റ് എത്രയാണ്, √3 ആയിരിക്കും. ഈ 30ൻ്റെ ഓപ്പോസിറ്റ് 60ൻ്റെ ഓപ്പോസിറ്റ് √3. ഇത് 60ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ √3, ഇത് 30ൻ്റെ ഓപ്പോസിറ്റ് 1. അപ്പം പിക്ചർക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഉയരമാണ്. ഉയരം നമുക്കിവിടെ എന്ത് കിട്ടി, √3 കിട്ടി. അപ്പോൾ നമുക്കിവിടെ നമ്മൾ കാണാം ഏരിയ = അര BH, ഹാഫ് BH ആണ്. അതിൽ ബി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ബി നമുക്ക് കിട്ടിയിരിക്കുന്നത്, ബേസ് നമുക്ക് തന്നിരിക്കുന്നത് 3 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ബേസ് = 3 സെൻറ്റിമീറ്റർ കിട്ടി. ഹൈറ്റ് ഉയരം നമുക്ക് കിട്ടി, എത്രയാണ് √3 ആണ് കിട്ടിയത്, √3 സെൻറ്റിമീറ്റർ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. ഏരിയ = അര × ബേസിന് പകരം 3, ഇത് √3 എന്ന് വരും. അപ്പോൾ നോക്ക് 3/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1.5 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, 1.5. പിന്നെ ഒരു √3 ഉണ്ട്, 1.5 √3. √3ൻ്റെ വില നമുക്ക് അറിയില്ല, അപ്പോൾ നമുക്ക് √3 തന്നെ എഴുതിക്കാം. ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ, 1.5 √3 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് നമുക്ക് ഇതിൻ്റെ പരപ്പളവ്. ഇനി ഒരു ചിത്രം കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്, 3ഉം 2 തന്നെയാണ്. പക്ഷേ കോൺ നമുക്ക് 45 ഡിഗ്രിയാണ് തന്നത്. നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ അര BH ആണ്. അതായത് ബി നമുക്ക് തന്നിട്ടുണ്ട്, ബേസ് നമുക്ക് തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ ആണ്. എച്ച് നമ്മൾ കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, നമ്മളിതാ ഇവിടെ ലംബം വരച്ചു. ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു മട്ട ത്രികോണം കിട്ടി. നമ്മുടെ കോൺ അളവ് നോക്ക്, ഇവിടെ 45 ആണ് തന്നിരിക്കുന്നത്, ഇവിടെ 90 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എത്രയായിരിക്കും, 45 ആയിരിക്കും അല്ലേ. കാരണം 45 90 45 കൂടി കൂട്ടിയാലാണ് 180 വരിക. അപ്പോൾ 45 90 ആണ് നമ്മുടെ കോണ്. അപ്പോൾ 45 ഓപ്പോസിറ്റ് രണ്ടും സെയിം ആണ്. രണ്ട് കോണുകളും സെയിം ആയതുകൊണ്ട് ഓപ്പോസിറ്റിലെ എതിർവശങ്ങളും സെയിം ആയിരിക്കും, 1 1 ആയിരിക്കും. ഇവിടെ എന്താണ്, √2 ആണ് വരിക. ഇനി നമുക്ക് 90ൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്, 2 ആണ് തന്നത് അല്ലേ. അപ്പോൾ 90ൻ്റെ ഓപ്പോസിറ്റ് 2 ആണ്. നമ്മൾ നേരത്തെ പറയുന്നു ഇവിടേക്ക് നമ്മൾ ഇങ്ങോട്ടാണ് ഇവിടുത്തെ തന്ന്, നമുക്ക് ഈ 45ൻ്റെ ഓപ്പോസിറ്റ് തന്ന് 90ൻ്റെ ഓപ്പോസിറ്റ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ × √2 ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് തന്നിട്ടില്ല, ഈ ഇത് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ 45ൻ്റെ ഓപ്പോസിറ്റ് 1 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് 90ൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ ഇവിടെ എന്ത് ചെയ്യുക, ഇതിനെ × √2 ചെയ്താൽ മതി. ഇത് നേരെ മറിച്ച് ഈ √2 തന്നിട്ടുണ്ട്, ഇവിടെ ഉള്ളത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഹരണം √2 ചെയ്യാം. അപ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ 2 ആണ്, ഇവിടുത്തെ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇതിനെ 2/√2 ചെയ്യാം.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെയുള്ളത് കിട്ടും. ഇവിടെ എന്താണ് 2/√2 ചെയ്യും. അപ്പോൾ നമുക്ക് ഈ രണ്ട് വശങ്ങളും 45ൻ്റെ ഓപ്പോസിറ്റ് രണ്ട് വശങ്ങളും എന്താണ് 2/√2 നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിതാ ഈ 45ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ 2/√2 ഇത് മാത്രം മതി. നമുക്ക് ഉയരം കിട്ടി. ഉയരം എത്രയാണ്? ഉയരം ഈക്വൽ ടു 2/√2 കിട്ടി. ഇത്രയും സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമുക്കിതിനെ ഏരിയ കാണാം. ഏരിയ ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? അര BH, അര ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അര ഇൻറ്റു ബേസ് എത്രയാണ്? 3 ഇൻറ്റു ഹൈറ്റ് പറഞ്ഞാൽ 2/√2. ഇനി നമുക്ക് 3 ഇൻറ്റു 2 പറഞ്ഞാൽ 6. 6/2 ഇൻറ്റു √2 ഉണ്ട്. ഇനി 3നെയും 6 നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലേ? 6/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഈ രണ്ടും കൂടെ 6/2 3/√2. 3/√2 അല്ല, 3 ബൈ അല്ലേ ഇവിടെ? ഇത് രണ്ടും ഹരിക്കുമ്പോൾ ഇവിടെ 3 കിട്ടി. ഹരണം √2 3/√2 കിട്ടി. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടി പരിഷ്കാരിയാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒന്നും കൂടി ഒരു നല്ല ചന്തള്ള ആൻസർ ആക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ഇത്ര കിട്ടിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തിയിട്ട് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടാൽ മതി. ടൈം ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം? ഇതിനെ √2/√2 ഇൻറ്റു ചെയ്യാം. അപ്പോൾ എന്ത് വന്നു? മുകളിൽ എന്ത് വന്നു? 3 ഇൻറ്റു √2 3/√2 കിട്ടി. √2 ഇൻറ്റു √2 നമ്മൾ നേരത്തെ പറയുന്നു. √2 ഇൻറ്റു √2 പറഞ്ഞാൽ 2 അതായത് റൂട്ടാണ്. ഒരേ സംഖ്യേനെ റൂട്ട് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ റൂട്ടാണ് പോകും. അപ്പോൾ ഇവിടെ √2 ഇൻറ്റു 2. അപ്പോൾ 3/2 എന്ന് പറഞ്ഞാൽ 1.5 നമുക്കറിയാം. പിന്നെ ഈ √2 ഉണ്ട്. അപ്പോൾ 1.5 √2 സെൻറ്റിമീറ്റർ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെയും പരപ്പളവ് നമുക്ക് കിട്ടി. അപ്പോൾ ഇത്രയും മനസ്സിലായി വിചാരിക്കണം. അപ്പോൾ ആകെ എന്താണ് ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്? ഇവിടെ മെയിനായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മുടെ ആ കോണുകളെ കുറിച്ചാണ്. അത് 30, 90, 60. അതായത് 30, 60, 90, 45, 50, 90 വരുമ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഇത് നമുക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.